ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ടാറ്റു അടിച്ചത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ പോകുന്നതിന് മുന്നേ ഒരു കട്ടനും ഒരു ചായയൊക്കെ അടിച്ചിട്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചായയൊക്കെ കുടിക്കുകയാണ്. പ്രൊഫഷണൽ ആട്ടുകാരനല്ല. ചായ പകുതി അവസാനം അങ്ങനെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള മനുവേട്ടൻ ചായയൊക്കെ ആറ്റിത്തന്ന് ഞാൻ എന്താ ചായ എല്ലാം കുടിച്ചിട്ട് അവരും അവരുടെ ചായയൊക്കെ കുടിക്കട്ടെ. ഇവിടുത്തെ ചായ സൂപ്പറാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മൂലമറ്റത്ത് നിന്ന് തൊടുപുഴ വരെ വന്ന് ഈ ചായ കുടിച്ചിട്ട് മൂവാറ്റുപുഴയിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ റൂട്ടിൽ കൂടെ വരണം നമുക്ക് നിർബന്ധമില്ല, പക്ഷേ ഈ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവർ ഈ റൂട്ടിൽ കൂടെ വരുന്നത്. അപ്പോൾ അവിടുത്തെ ചിക്കൻ പഫും അടിപൊളിയാണ്, ഞാൻ അവിടെ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഞാൻ അധികം കണ്ടിട്ടില്ല, ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതൊരു ഫുഡ് സ്ട്രീറ്റ് പോലെ ഒരു ചെറിയൊരു ഫുഡ് സ്ട്രീറ്റാണ്. അവർ അതിന് കൊടുത്തേക്കുന്ന പേര് ദ ഓൾഡ് മങ്ക് ഫുഡ് സ്ട്രീറ്റ് എന്നാണ്. അപ്പോൾ അവിടെ ദോശ കടയുണ്ട്, പിന്നെ അതുപോലെ നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടുന്ന കടകളുണ്ട് കേട്ടോ. ഒരു സൈഡിൽ ഷോപ്സും അതുപോലെ അപ്പുറത്തെ സൈഡിൽ അവർ വെച്ചേക്കുന്നത് ഇങ്ങനെ നമുക്ക് ഇരുന്ന് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ നടത്താനായിട്ടും അല്ലെങ്കിൽ ഫുഡ് ഇരുന്ന് കഴിക്കാനായിട്ടുള്ളൊരു സ്പേസും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്. ഈ ഒരു ഫ്രെയിമിൽ എനിക്ക് 2 പേരുടെ ചിരി നല്ല ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ, നല്ല രസമില്ലേ. അങ്ങനെ ഇതാ നമ്മൾ ഇൻകാട്ടിലെത്തി അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ ടാറ്റു കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്യണം. അപ്പം അതിൻ്റെ കുറച്ച് ഡിസ്കഷൻസ് എങ്ങനെ ചെയ്യണം അതൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പം അവർ വരയ്ക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇത്രയും ചെയ്യണോ, ഇത്രയും ആവശ്യം ഉണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ മനുവേട്ടൻ പറഞ്ഞില്ല ഈ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നല്ല പെയിൻഫുൾ ആയിരുന്നു കേട്ടോ, കാരണം ഷെയ്ഡിങ് ഒക്കെ കുറച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേദന ഉണ്ടായിരുന്നു ആൾക്ക്. എന്തായാലും ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മളിരുന്നത്. ഒരുപാട് നേരമൊന്നും അവരെടുത്തില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ അവർ ചെയ്ത് തീർത്തു. ആളിങ്ങനെ ഭയങ്കര സങ്കടപ്പെട്ടൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്കും സങ്കടം വന്നു കേട്ടോ കണ്ടു കഴിഞ്ഞപ്പം. പിന്നെ എനിക്കും കുറച്ച് ഷെയ്ഡിങ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു, കുറച്ച് ഫെയ്ഡായിപ്പോയ കളേഴ്സൊക്കെ എനിക്കൊന്ന് ആഡ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ടാറ്റുവിൻ്റെ പരിപാടിയും കഴിഞ്ഞു, അങ്ങനെ മനുവേട്ടൻ്റെയും പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് മനുവേട്ടൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് കേട്ടോ ടാറ്റുവിൻ്റെ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എൻ്റെ പേരാണ് എഴുതിയേക്കുന്നത്, പിന്നെ ഒരു റിങ്ങും.